പുനർജനി പദ്ധതിയിലെ ക്രമക്കേടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, പുനർജനിയിൽ സിബിഐ വരാനാണോ? എങ്ങനെയാണ് വി.ഡി. സതീശിനെതിരെയുള്ള നീക്കം ഇപ്പോൾ? പൂജ, യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെ സിബിഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത് വിജിലൻസ് ആണ്. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട്, അതായത് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ വിജിലൻസ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ശുപാർശ സഹിതമുള്ള റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. അതിനൊപ്പം തന്നെ FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചുള്ള നിയമലംഘനം എന്നിവയാണ് ഈ റിപ്പോർട്ടിൽ വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് വിജിലൻസിന് അന്വേഷണ പരിമിതിയുണ്ട്. അത് CBI ആണ് ഇതിനകത്ത് കൃത്യമായി അന്വേഷണം നടത്താൻ പറ്റുന്ന ഏജൻസി എന്നാണ് വിജിലൻസിന്റെ ശുപാർശ. അതുപോലെ തന്നെ FCRA നിയമം 2010 സെക്ഷൻ 3 സബ്സെക്ഷൻ 2A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് ഈ ശുപാർശയിൽ വിജിലൻസ് പറയുന്നത്. അതോടൊപ്പം കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടിയെടുക്കണമെന്നുള്ള ശുപാർശ കൂടി വിജിലൻസ് നൽകിയിട്ടുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് പുനർജനി ഫൗണ്ടേഷൻ, അത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിലാണ് പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വിദേശത്ത് നിന്ന് പണം സമാഹരിച്ചു. ഏതാണ്ട് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് അത് UK നിന്നാണ് ആ പണം സമാഹരിച്ചത്. അത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് ഈ ഫണ്ട് കൈമാറ്റം നടത്തിയിരിക്കുന്നതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്തുയന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് വി.ഡി. സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായിട്ട് റിപ്പോർട്ടിനൊപ്പം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കാണ് ഈ ശുപാർശ നൽകിയിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഒരുപക്ഷെ മന്ത്രിസഭാ യോഗം ഈ CBI അന്വേഷണത്തിനുള്ള കാര്യം ചർച്ച ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതിപ്പോ പലതരത്തിൽ കുറെ നാളുകളായിട്ട് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നല്ലോ അനന്തൻ. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ട് ഏത് തലത്തിൽ കൂടിയായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോകുക, പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അടക്കം നേട്ടമാക്കി മാറ്റാം എന്നുള്ള കണക്കുകൂട്ടലിൽ UDF ഒരു പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് ഒരു വലിയ നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക്, അതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വഴിതിരിച്ചു വിടുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഇതുവരെ നടത്തിയിരുന്ന വിജിലൻസ് അന്വേഷണം അത് കഴിഞ്ഞ കുറെ കാലമായി അതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും വിജിലൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷൻ അനുമതി തേടും എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരം സൂചനകൾ വിജിലൻസിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു. കാരണം ഇതിന്റെ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം. പക്ഷേ അതിനും അപ്പുറം ഒരു CBI അന്വേഷണത്തിലേക്ക് ഉള്ള ശുപാർശയാണ് ഇപ്പോൾ വിജിലൻസ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് UDF പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു CBI അന്വേഷണ തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിലുള്ളത്. ഏതായാലും വിജിലൻസിന്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. അത് മന്ത്രിസഭാ യോഗത്തിലാകും അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുക. ഏതായാലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവുകയാണ് പൂജ.